ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്യാമ പറയുന്നുണ്ട്, നാളെ അമ്മയുടെ ബർത്ത്ഡേക്ക് നമ്മുടെ കയ്യിൽ നിന്നും ഒരു സമ്മാനം ഉറപ്പായിട്ടും ഉണ്ടാകും. ആ സമ്മാനം സാറ് തന്നെയായിരിക്കും കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് അരുണ്യയും ഐശ്വര്യയുമാണ്. ഐശ്വര്യ അരുണിനോട് പറയുന്നുണ്ട്, അമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ആഘോഷമാക്കണം. അത് കണ്ടിട്ടാണെങ്കിൽ ശ്യാമയ്ക്ക് സഹിക്കാൻ പറ്റാത്തതുപോലെ ആക്കണം. അവളെയാണെങ്കിൽ ഒന്നിനും കൂട്ടരുത്, നല്ല സദ്യയൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നു. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതാണെങ്കിൽ ശ്യാമയും കേൾക്കുന്നുണ്ടായിരുന്നു. അരുൺ അപ്പോൾ പറയുന്നുണ്ട്, ശ്യാമയും അഖിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ. ഐശ്വര്യ അപ്പോൾ പറയണം, അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യമൊന്നും ചെയ്യാൻ പാടില്ല, അമ്മ പറയുന്ന വഴിയിൽ കൂടെ മാത്രമേ നമ്മൾ പോകാവൂ എന്നൊക്കെ ഐശ്വര്യ പറയുന്നു. എന്തായാലും ബർത്ത്ഡേ ആഘോഷം പൊടിപൂരമാക്കണം, നമ്മളാണെങ്കിൽ ഏറ്റവും നല്ല ഗിഫ്റ്റ് തന്നെ കൊടുക്കണം, അത് കണ്ടിട്ടാണെങ്കിൽ ശ്യാമയുടെ കണ്ണ് തള്ളണമെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ആദിത്യനെയും അമൃതേട്ടത്തെയുമാണ്. അമൃതേട്ടത്തി പറയുന്നുണ്ട്, അമ്മയ്ക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്നെ ബർത്ത്ഡേക്ക് കൊടുക്കണമെന്ന്. ആദിത്യനപ്പോൾ അതൊക്കെ വാങ്ങാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അമൃത പറയുന്നുണ്ട്, ശ്യാമയും അഖിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന്. ആദിത്യൻ പറയണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല അവർ വരുന്നതിന്, പക്ഷെ അമ്മയുടെ താല്പര്യമല്ലേ മുഖ്യം. അമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ശ്യാമയാണെങ്കിൽ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതല്ലേ, എന്നിട്ട് ആ വാക്ക് തെറ്റിച്ചിട്ടല്ലേ അശ്വതിയുടെ വീട്ടിൽ പോയത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആദിത്യൻ പറയുന്നു. പിന്നീട് ആനന്ദ നിലയത്തിൽ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു. ആ സമയത്ത് അമൃതയാണെങ്കിൽ ആദിത്യനോട് പറയുന്നുണ്ട്, മനസ്സിനൊരു സന്തോഷമില്ല എന്ന്. ഐശ്വര്യ അപ്പോൾ പറയാണ്, ശ്യാമയെ വിളിക്കാത്തത് കൊണ്ടാണ് ഈ സന്തോഷമില്ലായ്മ എന്നൊക്കെ. ആ സമയത്ത് വസുന്ധരാമ്മ അവിടേക്ക് വരുന്നു. അമൃത ചോദിക്കുന്നുണ്ട്, അമ്മയോടൊരു കാര്യം പറയട്ടെ എന്ന്. അപ്പോഴേക്ക് ഐശ്വര്യ പറയുന്നുണ്ട്, അമൃതേട്ടത്തെ ഉദ്ദേശിക്കുന്ന ശ്യാമയും അഖിലിനെയും ഈ ഫംഗ്ഷന് വിളിക്കാൻ വേണ്ടിയാണെന്ന്. അത് കേൾക്കുമ്പോൾ വസുന്ധരാമ്മ പറയുകയാണ്, ഈ ഫംഗ്ഷൻ നന്നായിട്ട് നടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? സ്വർണ്ണ മരമാണെങ്കിൽ പോലും പുരയ്ക്ക് മുകളിൽ വന്നാൽ അത് വെട്ടിമാറ്റുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. അഖിലിൻ്റെ അടുത്താണെങ്കിൽ ശ്യാമ ഒരു സാരി കാണിക്കുന്നുണ്ട്. ഇത് ബനാറസ് പട്ട് സാരിയാണ്. അമ്മയ്ക്ക് ബനാറസ് സാരി ഒരുപാട് ഇഷ്ടമാണ്, വില കൂടിയ സാരിയാണ്, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു. അഖിലപ്പോൾ നന്നായിട്ടുണ്ട്, പക്ഷേ എവിടെ നിന്നാണ് പൈസ എന്ന് ചോദിക്കുകയാണ്. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, അഖിൽ സാർ ഇടയ്ക്കിടയ്ക്കായിട്ട് എനിക്ക് കയ്യിൽ പൈസ തന്നിട്ടില്ലേ, ആ പൈസയൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ട് വാങ്ങിയതാണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ അഖിലിന് ഒരുപാട് സന്തോഷമാകുന്നു. അഖിലപ്പോൾ പറയാണ്, ഉറപ്പായിട്ടും നമ്മളാണെങ്കിൽ ഒരുമിച്ച് മുന്നോട്ട് പോകും, താൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, സാർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കും ധൈര്യമാണെന്നൊക്കെ. അഖിലപ്പോൾ പറയുന്നുണ്ട്, ഇതുവരെ നമ്മളെ ഫംഗ്ഷന് വിളിച്ചില്ലല്ലോ എന്നൊക്കെ. ശ്യാമ അപ്പോൾ പറയണം, നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷനല്ലേ, എന്തിനാണ് വിളിക്കേണ്ടത്? അതുമാത്രമല്ല സമയമാകുമ്പോൾ വിളിച്ചോളുമെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദവർമ്മയും അതുപോലെ വസുന്ധരാമ്മയുമാണ്. വസുന്ധരാമ്മയോട് ആനന്ദവർമ്മ പറയണം, ഒരു ഫംഗ്ഷനല്ലേ, എല്ലാവരും കൂടെ ഉണ്ടെങ്കിലല്ലേ അത് സന്തോഷമാകത്തുള്ളൂ എന്നൊക്കെ. ആ സമയത്ത് വസുന്ധരാമ്മ പറയാണ്, എനിക്ക് ചിലരെ മാറ്റി നിർത്തിയാലേ സന്തോഷം കിട്ടത്തുള്ളൂ, ഇന്നത്തെ ദിവസം എൻ്റെ സന്തോഷത്തിനാണ് പ്രാധാന്യം തരേണ്ടത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ആയിരിക്കണം കാര്യങ്ങൾ നീങ്ങേണ്ടതെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ആനന്ദവർമ്മ പറയുന്നുണ്ട്, എൻ്റെ സ്ഥാനത്താണെങ്കിൽ അഖിലിനെ താൻ കാണണം, തൻ്റെ സ്ഥാനത്ത് ശ്യാമി. അപ്പോൾ എൻ്റെ അമ്മയാണ് ഇങ്ങനെ പെരുമാറുന്നതെങ്കിൽ ഞാൻ തൻ്റെ കൂടല്ലേ നിൽക്കത്തുള്ളൂ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് എപ്പോഴും ഭാര്യയുടെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ വസുന്ധരാമ്മ പറയണം, അങ്ങനെയാണെങ്കിൽ അഖിലിനെ മാത്രം വിളിച്ചു, ശ്യാമയെ വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. ആ സമയത്ത് ആനന്ദവർമ്മ പറയുന്നുണ്ട്, ഞാൻ രണ്ടുപേരെയും ഉറപ്പായിട്ടും വിളിച്ചിരിക്കുമെന്ന്. അത് കേൾക്കുമ്പോൾ വസുന്ധരാമ്മ സമ്മതിക്കുന്നില്ല. വസുന്ധരാമ്മ എപ്പോൾ പറയണം, അങ്ങനെ സംഭവിച്ചാൽ ഞാനിന്ന് ജീവനോടെ കാണത്തില്ല, ഉറപ്പായിട്ട് ഞാൻ മരിച്ചിരിക്കും. ശ്യാമയും അഖിലും ഒരുമിച്ച് ഫംഗ്ഷന് വരാൻ പാടില്ല, എനിക്കിഷ്ടമില്ല, അഖിൽ മാത്രമാണെങ്കിൽ ഓക്കെ ആണെന്ന് പറയുന്നു. ആനന്ദവർമ്മ വേറെ വഴിയില്ലാതെ വസുന്ധരാമ്മയുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ വിടുന്നു. അതിനുശേഷം കാണിക്കുന്നത് അഖിലിനെ ശ്യാമയാണ്. അഖിൽ പറയുന്നുണ്ട്, നമ്മളെ ഇതുവരെയും വിളിച്ചില്ലല്ലോ എന്ന്. ശ്യാമ അപ്പോൾ പറയാണ്, വിളിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ അല്ലേ, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ശ്യാമയാണെങ്കിൽ അഖിലിനെയും കൂട്ടി താഴേക്ക് വരുന്നു. സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് ഫംഗ്ഷൻ തുടങ്ങാൻ പോകുന്നു. വസുന്ധരാമ്മയോടാണെങ്കിൽ ആനന്ദവർമ്മ ചോദിക്കുന്നുണ്ട്, അഖിലും ശ്യാമയും ആണെങ്കിൽ സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അവരെ കൂടെ വിളിച്ചാലോ എന്ന്. പക്ഷേ വസുന്ധരാമ്മ സമ്മതിക്കുന്നില്ല. അതിനുശേഷം കേക്ക് കട്ട് ചെയ്യുന്നിടത്തേക്ക് വരുന്നു. വസുന്ധരാമ്മ പറയുന്നുണ്ട്, ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ്, നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്, ഇതൊക്കെ ആരാണ് ചെയ്തതെന്ന് ചോദിക്കുന്നു. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട്, ഞാനാണെന്ന്. അത് കേൾക്കുമ്പോൾ വസുന്ധരാമ്മ പറയുന്നുണ്ട്, മോൾക്ക് ഞാനൊരു സമ്മാനമൊക്കെ തരാം,
വരുന്നുണ്ടെന്നൊക്കെ. ആ സമയത്താണെങ്കിൽ ആദിത്യൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അഖിലും ശ്യാമയും ആണെങ്കിൽ മുകളിൽ നിപ്പുണ്ട്, അവരെ കൂടെ വിളിച്ചാലോ എന്ന്. വസുന്ധരാമ്മ സമ്മതിക്കുന്നില്ല. വസുന്ധരാമ്മ പറയാണ്, അഖിലിനെ വേണേ വിളിച്ചോ, ശ്യാമയെ ഞാൻ വിളിക്കാൻ സമ്മതിക്കത്തില്ല എന്ന്. ആ സമയത്ത് അരുൺ പറയുന്നുണ്ട്, അഖിലാണെങ്കിൽ ഭാര്യയില്ലാതെ വരത്തില്ല എന്നൊക്കെ. പിന്നീടാണെങ്കിൽ അമൃതയാണെങ്കിൽ അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നു. സാരിയാണ് കൊടുക്കുന്നത്. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം ഐശ്വര്യം സാരി കൊടുക്കുന്നു. അത് കണ്ടിട്ടും വസുന്ധരാമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഐശ്വര്യ പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അമ്മയ്ക്ക് വിഷമമുണ്ടായാൽ എനിക്കും കരച്ചിൽ വരും. അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിക്കും. അമ്മയ്ക്കാണെങ്കിൽ ജീവിത അവസാനം വരെ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകരുതെന്നാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഐശ്വര്യ പറയുന്നു. വസുന്ധരാമ്മ അമൃതയും ഐശ്വര്യയും ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, എനിക്ക് കിട്ടിയ 2 നിധികളാണ് ഇവർ രണ്ടുപേരുമെന്ന്. ഇതൊക്കെ കണ്ടുകൊണ്ട് അഖിലും ശ്യാമയും മുകളിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്